ആകാശവാണി. ആയിരത്തി 1956 ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ഒരു വയലിൻ വിദ്വാൻ തന്റെ ഗുരുനാഥൻ കൂടിയായ ശെമ്മൻകുടി ശ്രീനിവാസയ്യരുടെ ആവശ്യപ്രകാരം തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ പുതുതായി ആരംഭിച്ച വയലിൻ വിഭാഗത്തിൽ അധ്യാപകനായി ചേർന്നു. തുടർന്ന് പല യുവസംഗീതജ്ഞരെയും വയലിൻ വാദനത്തിൽ പ്രഗത്ഭരാക്കി. കേരളത്തിൽ കച്ചേരിക്കെത്തുന്ന ഏത് ഗായകർക്കും വയലിൻ വാദനത്തിന് ഒരു അവിഭാജ്യ ഘടകമായിരുന്ന വയലിൻ വിദ്വാൻ ഡോക്ടർ ചാലക്കുടി NS നാരായണസ്വാമിയായിരുന്നു. ശിഷ്യസമ്പത്തും അറിവും പക്കവാദ്യം വായിക്കുന്നതിലെ പ്രാഗൽഭ്യവും വലിപ്പചെറുപ്പമില്ലാതെ ഏത് ഗായകരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സുമുണ്ടായിരുന്ന ചാലക്കുടി NS നാരായണസ്വാമി 1925 സെപ്റ്റംബർ 18 ചാലക്കുടിയിൽ ജനിച്ചു.
ചെറുപ്രായത്തിൽ തന്നെ വായ്പാട്ടിൽ പ്രാഗൽഭ്യം തെളിയിച്ച നാരായണസ്വാമി സംഗീത വിദ്യാരംഭം കുറിച്ചത് തന്റെ അമ്മാവനായ N.K. അഖിലേശ്വര ഭാഗവതരിൽ നിന്നുമായിരുന്നു. അമ്മാവനിൽ നിന്നും നിരവധി പാഠങ്ങൾ സ്വായത്തമാക്കിയ ശേഷം മഹാസംഗീതജ്ഞൻ ശെമ്മങ്കുടി ശ്രീനിവാസ അയ്യരുടെ ശിഷ്യനായി സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ചേർന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഗുരുനാഥനായ ശെമ്മങ്കുടിയാണ് നാരായണസ്വാമിയെ വയലിനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പ്രേരണയേകിയത്. വയലിനിലെ നിരവധി പാഠങ്ങൾ വിഖ്യാത വയലിൻ വിദ്വാൻ പാപ്പ വെങ്കിട്ടരാമയ്യയിൽ നിന്നും നാരായണസ്വാമി സ്വായത്തമാക്കി. കൂടാതെ തന്റെ ആത്മമിത്രവും ഗുരുനാഥന്റെ മറ്റൊരു പ്രധാന ശിഷ്യനും വയലിൻ വിദ്വാനുമായിരുന്ന T.N. കൃഷ്ണനും തന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നതായി നാരായണസ്വാമി പറയാറുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ സംഗീത ഒരു കുടുംബമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഭാഗത്തും അമ്മയുടെ ഭാഗത്തും. അപ്പം ഞങ്ങൾ 5 ആൺമക്കളും 3 പെൺമക്കളും ആണ്. ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലിരുന്ന് പാടും. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ചാലക്കുടിയിൽ താമസിക്കുമ്പോൾ എൻ്റെ എതിർത്ത വീട്ടിൽ ഒരു സ്വാമി ഒരു ഗ്രാംഫോൺ പ്ലേറ്റ് റെക്കോർഡ് വെച്ചുകൊണ്ടിരുന്നു. ആ പ്ലേറ്റിൽ പല പാട്ടുകളും വയ്ക്കും. അതിൻ്റെ കൂടെ പ്രസിദ്ധ വയലിൻ വിദ്വാനായ കുംഭകോണം രാജമാണിക്യംപിള്ള വായിച്ചിട്ടുള്ള പാട്ടുകൾ പ്ലേറ്റിൽ കൂടെ ത്യാഗരാജസ്വാമി കീർത്തനങ്ങൾ ഈ പാട്ട് ബലഹരിയിലുള്ളതും സംഗീതജ്ഞാനമോ സംഗീതജ്ഞാനമോ എന്നുള്ള കീർത്തനവും ആ റെക്കോർഡിൽ കൂടെ കൊളാമ്പി കൂടെ അങ്ങനെ വെച്ചിരിക്കുന്നത് എപ്പോഴും കേട്ട് ആ പാട്ട് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നു. ആ പാട്ട് ഈ വയലിൻ്റെ ശബ്ദത്തിൽ കൂടെ കേൾക്കുമ്പോൾ എനിക്കതിൽ കൂടുതൽ താല്പര്യം തോന്നി. വയലിൻ പഠിക്കണം താല്പര്യം തോന്നിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വയലിൻ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വലിയച്ഛൻ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ N.K. അഖിലേശ്വര ഭാഗവതർ എന്ന് പറയും, അദ്ദേഹം കോയമ്പത്തൂരിലായിരുന്നു. എൻ്റെ അച്ഛൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു. തൃശ്ശൂരിൽ നിന്ന് സരസ്വതി വീണ ഫാക്ടറിയിൽ നിന്ന് ഒരു വയലിനും മേടിച്ചുകൊണ്ട് ചാലക്കുടി വന്നു. അദ്ദേഹമാണ് എനിക്ക് പഠിപ്പിച്ചത്. എനിക്കും അദ്ദേഹം പാട്ട് പഠിപ്പിക്കും, വയലിൻ പഠിപ്പിക്കും, വീണ പഠിപ്പിക്കും. എൻ്റെ സഹോദരങ്ങളെല്ലാം എൻ്റെ ജ്യേഷ്ഠൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ ചാലക്കുടി ബാലകൃഷ്ണൻ പഠിച്ചിട്ടുണ്ട്. ചേട്ടനാണ് ചാലക്കുടി NS കൈലാസ് ഭാഗവതർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അടുത്ത് സംഗീതവും വയലിനും അദ്ദേഹം തന്നെയാണ് പഠിപ്പിച്ചത്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ആദ്യ ഗുരു. അങ്ങനെയാണ് വയലിൻ പഠിക്കാൻ തോന്നിയത്. ശ്രീ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ വയലിൻ വിഭാഗം ആരംഭിക്കുവാൻ മുഖ്യ പങ്ക് വഹിച്ചവരിൽ ഒരാളായ നാരായണസ്വാമി അക്കാദമിയിൽ പ്രൊഫസറായും പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ച് 1981 പ്രധാന അധ്യാപകനായി വിരമിച്ചു. ചെറുപ്രായത്തിൽ തന്നെ വയലിൻ കച്ചേരികളും വായ്പാട്ട് കച്ചേരികളും നടത്തിയിരുന്ന നാരായണസ്വാമി ഒട്ടനവധി പ്രഗത്ഭ സംഗീതജ്ഞരുടെ കച്ചേരികൾക്ക് വയലിൻ വായിച്ചിരുന്നു. മഹാരാജപുരം വിശ്വനാഥയ്യർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, G.N. ബാലസുബ്രഹ്മണ്യം, ഡോക്ടർ S. രാമനാഥൻ, M.S. സുബ്ബുലക്ഷ്മി, M.L. വസന്തകുമാരി, D.K. പട്ടമ്മാൾ, K.V. നാരായണസ്വാമി, നെയ്യാറ്റിങ്കര വാസുദേവൻ, പാറശാല പൊന്നമ്മാൾ, നേതുനൂരി കൃഷ്ണമൂർത്തി, R.K. ശ്രീകണ്ഠൻ, K.J. യേശുദാസ്, മാവേലിക്കര പ്രഭാകരവർമ്മ, ഓലട്ടി വെങ്കടേശ്വരലു, ബാലമുരളീകൃഷ്ണ തുടങ്ങി മുൻ തലമുറയിലെ പല പ്രഗത്ഭർക്കും പുതുതലമുറയിലെ ഗായകരായ സഞ്ജയ് സുബ്രഹ്മണ്യം, P. ഉണ്ണികൃഷ്ണൻ എന്നിങ്ങനെ അനവധി സംഗീതജ്ഞരുടെ കച്ചേരികളിലും വയലിൻ വായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന അദ്ദേഹം 4 ദശാബ്ദങ്ങളോളം പല പ്രമുഖർക്കും വയലിനിൽ പക്കമേളമൊരുക്കിയിട്ടുണ്ട്.
ഗായകരെ ശല്യം ചെയ്യാതെ ഓരോ ഗായകരുടെയും പാട്ടിന് ചേരുന്ന രീതിയിൽ ഏറ്റവും അനുയോജ്യമായ തരത്തിൽ വയലിനിൽ പാട്ടിനെ പിന്തുടർന്നിരുന്ന നാരായണസ്വാമി 1960കളിലും 70കളിലും 80കളിലും ഏതൊരു പ്രഗത്ഭ ഗായകനും കേരളത്തിലെത്തുമ്പോൾ കച്ചേരിക്കായി ആവശ്യപ്പെട്ടിരുന്ന മുഖ്യ വയലിനിസ്റ്റായിരുന്നു. വയലിനിൽ ചാലക്കുടി നാരായണസ്വാമിയും മൃദംഗത്തിൽ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരും ഒരു ടീമായി തന്നെ പല കച്ചേരികൾക്കും ആ കാലങ്ങളിൽ സ്ഥിരസാന്നിധ്യമായിരുന്നു. കേരള, കാലിക്കറ്റ്, മൈസൂർ സർവകലാശാലകളിലെ സംഗീത വിഭാഗം ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായിരുന്ന അദ്ദേഹത്തിന് അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സമഗ്ര സംഭാവനകൾക്കുള്ള ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കുകയുണ്ടായി. കേരള കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡുകൾ, ഫെലോഷിപ്പുകൾ, നീലകണ്ഠ ശിവൻ പുരസ്കാരം, വയലിൻ തന്ത്രി വിശാരദ്, വാദ്യപ്രവീണ തുടങ്ങി അനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് കലാരത്നം എന്നുള്ള ഒരു അവാർഡ് കിട്ടി. അത് 1972 ആയിരുന്നു. അത് അവാർഡ് കിട്ടിയതിന് ശേഷം നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി എന്നുള്ള അവാർഡ്, കേരള സംഗീത അക്കാദമിയുടെ ഫെലോഷിപ്പ്, കേന്ദ്ര സംഗീത അക്കാദമിയുടെ പ്രസൻറ്റ് അവാർഡ്, അമേരിക്കയിൽ പോയപ്പോൾ വേൾഡ് യൂണിവേഴ്സിറ്റി അരിസോണ എന്നുള്ള യൂണിവേഴ്സിറ്റി, അത് കാലിഫോർണിയയിലാണ്, അവിടെ നിന്ന് ഡോക്ടറേറ്റ്, മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ നിന്ന് സീനിയർ വയലിൻ വിദ്വാൻ, പിന്നെ ബോംബെയിലെ സൂർസിംഗ് സംസർഗ് എന്നൊരു അസോസിയേഷൻ, ഹിന്ദുസ്ഥാനി സംഗീതക്കാരുടെ അസോസിയേഷൻ, അതിൽ തന്ത്രി വിലാസ് എന്ന ഒരു ടൈറ്റിൽ അവാർഡാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. തനിക്കറിയുന്നതെല്ലാം പുതുതലമുറയ്ക്ക് മടികൂടാതെ പകർന്നു നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ഈ വയലിൻ വിദ്വാൻ വളരെ വലിയ ശിഷ്യസമ്പത്തിനും ഉടമയായിരുന്നു. സഹോദരനും ആകാശവാണി നിലയ വിദ്വാനുമായിരുന്ന ചാലക്കുടി NS ബാലകൃഷ്ണൻ, സഹോദരനായ പുല്ലാങ്കുഴൽ വിദ്വാൻ ചാലക്കുടി NS ഗണപതി എന്നിവർ അദ്ദേഹത്തിന്റെ ശിഷ്യപരമ്പരയിൽപ്പെടുന്നു. ഒരു ദിവസം പോലും സാധകം മുടക്കരുതെന്ന് നിഷ്കർഷിച്ചിരുന്ന നാരായണസ്വാമി കൃതികളെ വായ്പാട്ടിൻ്റെതായ രീതിയിൽ വായിച്ച് സാഹിത്യഭംഗി അറിഞ്ഞ് സ്വായത്തമാക്കി ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നതിൽ തന്റെ ഗുരുനാഥനെ പോലെ തന്നെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. കേരളത്തിനകത്തും പുറത്തും പല പ്രമുഖ ഗായകർക്കും വയലിൻ വായിച്ച അദ്ദേഹം ആകാശവാണിയിലും മറ്റു പല വേദികളിലും വയലിൻ സോളോ, വയലിൻ ഡുവറ്റ് കച്ചേരികളും അവതരിപ്പിച്ചിട്ടുണ്ട്.
മദ്രാസ് മ്യൂസിക് അക്കാദമി, കൃഷ്ണഗാനസഭ, നാരദഗാനസഭ, സ്വരലയ തുടങ്ങി ഭാരതത്തിലെ നിരവധി വേദികളിലും വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. തന്റെ ഗുരുനാഥനായ ശെമ്മങ്കുടി ശ്രീനിവാസയ്യരെ പോലെ നാരായണസ്വാമിയും മഹാരാജ സ്വാതി തിരുനാളിന്റെ ചില കൃതികൾ ചിട്ടപ്പെടുത്തി ശിഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തി. ആരഭിരാഗത്തിൽ വന്ദേ മഹേശ്വരം, ശ്രീശപത്മനാഭ എന്ന കമാസ് രാഗകൃതി, യമുന കല്യാണി, സിന്ധു ഭൈരവി, ഹമീർ കല്യാണി എന്നിവയിൽ ഭജൻസ് തുടങ്ങി നിരവധി കൃതികൾ ചിട്ടപ്പെടുത്തുകയും ശിഷ്യരെ പഠിപ്പിച്ച് ദൂരദർശൻ, ആകാശവാണി എന്നിവിടങ്ങളിൽ പരിപാടികളായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നീലകണ്ഠശിവന്റെ ചില കൃതികളും അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഓരാറുമുഖനെ എന്ന രീതിഗൗള രാഗത്തിലുള്ള കൃതി അവയിൽ ശ്രദ്ധേയമാണ്. എൻ്റെ കാലത്തുള്ള വിദ്വാൻമാർ ചെമ്മൻകുടി ശ്രീനിവാസയ്യർ, അരീക്കുടി രാമാനുജയങ്കാർ, മഹാരവരം വിശ്വനാഥയ്യർ, മുസരി സുബ്രഹ്മണ്യർ, എം.എസ്. സുബ്ബലക്ഷ്മി, ടി.ആർ. മഹാലിംഗം ഫ്ലൂട്ട്, ആലത്തൂർ ബ്രദേഴ്സ് ജി.എൻ. ബാലസുബ്രഹ്മണ്യം, എം.ഡി. രാമനാഥൻ, ഡോക്ടർ രാമനാഥൻ, ബാലമുരളി കൃഷ്ണ എന്ന് തുടങ്ങി നമ്മുടെ കേരളത്തിലുള്ള നെയ്യാറ്റിൻകര വാസുദേവൻ കച്ചേരി അനവധി കച്ചേരികൾ വായിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകരൻ വാസുദേവൻ എൻ്റെ ഒരു ശിഷ്യൻ കൂടെയാണ്. കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ വന്ന് പ്രൊഫസറായിരുന്നു അവിടെ. യേശുദാസും അവിടെ ആ സമയത്തും. അങ്ങനെ വാസുദേവൻ്റെ കച്ചേരിക്ക് ധാരാളം വായിച്ചിട്ടുണ്ട്. മറ്റുള്ള എല്ലാവരുടെ കച്ചേരിക്കും, യേശുദാസിൻ്റെ കച്ചേരിക്കും, എല്ലാവരുടെ കച്ചേരിക്കും. പരൂർ ദേവരാജൻ, ഞാൻ ഈ നാട്ടിൽ 46 വന്നപ്പോൾ വന്നതൊക്കെ പരിചയമാണ്. അതുകൊണ്ട് ക്ലാസിക്കൽ നല്ലോണം പാടും. ശാസ്ത്രീയ സംഗീത കച്ചേരികൾക്ക് ധാരാളം ഞാൻ പോയിട്ടുണ്ട്. കവിയൂർ C.K. രേവമ്മ, അദ്ദേഹം അവരുടെ കച്ചേരിക്ക് ധാരാളം വായിച്ചിട്ടുണ്ട്. അവർ പഠിക്കുമ്പോഴേ എനിക്ക് ഇവിടെ അറിയാം. ഇവരുടെ എല്ലാം കച്ചേരികൾക്കും കേരളത്തിലുള്ളവരും ബാക്കിയുള്ളവർക്കും എല്ലാം കച്ചേരികൾക്ക് വായിച്ചിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. സംഗീതമല്ലാതെ മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കാത്ത ആ തന്ത്രി വിശാരദൻ 2003 ഫെബ്രുവരി 23 സംഗീതപ്രേമികളെ ദുഃഖത്തിലാഴ്ത്തി ഇഹലോകവാസം വെടിഞ്ഞു. ఎందరో మహానుభావులు సమాപിക്കുന്നു. രചന ഹരിസുന്ദർ ജി. ആഖ്യാനം ഉണ്ണികൃഷ്ണൻ VS. സംവിധാനം SR മഹാദേവ ശർമ്മ. സംവിധാന സഹായം
ആര്യലക്ഷ്മി ആർ. ఎందరో